പ്ലസ് 2 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അത് മറ്റൊന്നുമല്ല, ഓക്സിജൻ. ഡൈ ഓക്സിജൻ. കാരണം ഓക്സിജൻ ഡയാറ്റോമിക് ആണ്, O2 എന്നാണ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ ജീവവായുവാണ് ഓക്സിജൻ. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രിപ്പറേഷൻ: ഓക്സിജൻ ഉള്ള സോൾട്ടുകൾ, ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറേറ്റ്, ഇതെല്ലാം ഓക്സിജൻ അടങ്ങിയ സോൾട്ടുകളാണ്. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. ഓക്കെ, ഓൺ ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓൺ ഹീറ്റിംഗ് ഈസ് പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. ഇനി പൊട്ടാസ്യം ക്ലോറേറ്റിന്റെ ഡീകമ്പോസിഷൻ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മാംഗനീസ് ഡയോക്സൈഡ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണ്ട, ലോ ടെമ്പറേച്ചറിൽ തന്നെ ഇതിന്റെ ഡീകമ്പോസിഷൻ നടക്കും. എന്നിട്ട് പൊട്ടാസ്യം ക്ലോറൈഡും KCl, പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് 3 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഈസ് ഫോംഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തെർമൽ ഡീകമ്പോസിഷൻ ആണ്. തെർമൽ ഡീകമ്പോസിഷൻ സാധാരണഗതിയിൽ നടക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ പോസിറ്റീവായിട്ടുള്ള E0 വാല്യൂ ഉള്ള മെറ്റലിന്റെ ഓക്സൈഡുകൾ ഡീകമ്പോസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ സിൽവർ ഓക്സൈഡ് Ag2O ഡീകമ്പോസ് ചെയ്ത് 4 മോളിക്യൂൾസ് ഓഫ് സിൽവർ പ്ലസ് ഓക്സിജൻ ഈസ് ഫോംഡ്. അല്ലെങ്കിൽ മെർക്കുറിക് ഓക്സൈഡ് HgO ഡീകമ്പോസ് ചെയ്ത് മെർക്കുറി ലിക്വിഡ് ആണ് ഫോം ചെയ്യുന്നത്, പ്ലസ് ഓക്സിജൻ ഈസ് ഫോംഡ്. ഇനി അതുമല്ല എങ്കിൽ ഇത് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഏറ്റവും താഴെ കിടക്കുന്ന എലമെന്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിന്റെ E0 വാല്യൂ എന്തായാലും ഹൈഡ്രജന്റെ E0 വാല്യൂവിനേക്കാൾ ഹയർ ആണ്. ഹൈഡ്രജന്റെ 0 ആണ്. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് വാല്യൂ ഉള്ള എലമെന്റ്സ് ആണ് സിൽവറും മെർക്കുറിയും എല്ലാം. അപ്പൊ അതിന്റെ ഓക്സൈഡുകളെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടും. ഇനി അതല്ല, ചില മെറ്റൽ ഓക്സൈഡുകൾ, ഫോർ എക്സാമ്പിൾ ലെഡിന്റെ ഓക്സൈഡ് Pb3O4 തെർമൽ ഡീകമ്പോസിഷൻ വഴി ലെഡ് ഓക്സൈഡും ഓക്സിജനുമായിട്ട് മാറുന്നു. അനദർ എക്സാമ്പിൾ ലെഡ് ഡയോക്സൈഡ്. ഇത് ബാലൻസ്ഡ് അല്ല. ലെഡ് ഡയോക്സൈഡ് on decomposition give lead oxide plus oxygen gas. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ. 2H2O2 on decomposition give 2H2O plus O2. ഇത് ലിക്വിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷന് കാറ്റലിസ്റ്റ് ആയിട്ട് മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കാം. ഇതെല്ലാം ഓക്സിജന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി വലിയ തോതിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത്, മാനുഫാക്ചർ ഓഫ് ഓക്സിജൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പ്രധാനമായിട്ടും 2 രീതിയിൽ നടത്താം. ഒന്നാമത് ഫ്രം എയറിൽ നിന്ന് ആദ്യം തന്നെ കാർബൺ ഡയോക്സൈഡ് വാട്ടറും റിമൂവ് ചെയ്യണം. സോ റിമൂവ് ദീസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഫ്രം എയർ. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഈ എയറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തണം. സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. കാർബൺ ഡയോക്സൈഡും വാട്ടറും എയറിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനകത്തുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നൈട്രജനും ഓക്സിജനുമായിരിക്കും. അതിൽ നൈട്രജന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 78 കെൽവിൻ ആണ്, ഓക്സിജന്റെ ബോയിലിംഗ് പോയിന്റ് 90 കെൽവിൻ ആണ്. അപ്പം നൈട്രജൻ ആദ്യം ഡിസ്റ്റിൽ ചെയ്ത് പുറത്തു വരും, ഓക്സിജൻ ഫ്ലാസ്കിൽ തന്നെ കിടക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് വൺ മെത്തേഡ് ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. അതിനുവേണ്ടി ആദ്യം എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെയും വാട്ടറിനെയും നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഡിസ്റ്റിലേഷൻ നടത്തുക. ഓക്കെ, നൗ ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് നടത്തുക. വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഓൺ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ വി ഗെറ്റ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതിൽ ഹൈഡ്രജൻ കാഥോഡിൽ നമുക്ക് കിട്ടും, ഓക്സിജൻ ആനോഡിലും നമുക്ക് കിട്ടും. ഇത് രണ്ടും വൻതോതിൽ ഓക്സിജൻ നിർമ്മിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഓക്സിജന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഇതൊരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്.
ആൻഡ് ഇറ്റ് ഈസ് ലൈറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുകയുള്ളൂ അല്ലെ. വാട്ടറിൽ ഓക്സിജൻ ലയിക്കുന്നത് കൊണ്ടാണ് അക്വാട്ടിക് ലൈഫ് ഒക്കെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 3.08 സെന്റിമീറ്റർ ക്യൂബ് ഓക്സിജൻ ആണ് 100 സെന്റിമീറ്റർ ക്യൂബ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്. അത്രയും കുറച്ച് സോലിബിലിറ്റിയെ ഓക്സിജന് വാട്ടറിലുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ഇനഫ് ഫോർ ദ വൈറ്റൽ സപ്പോർട്ട് ഓഫ് മറൈൻ ആൻഡ് അക്വാട്ടിക് ലൈഫ്. ഇനി നമുക്ക് ഈ ഓക്സിജനെ ലിക്വിഫൈ ചെയ്യാം. 90 കെൽവിനിൽ അതിനെ ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കും പ്രഷർ കൊടുത്ത്. ഇനി ഓക്സിജന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 55 കെൽവിൻ ആണ്. ബോയിലിംഗ് പോയിന്റ് 90.2 കെൽവിൻ ആണ്. ഇനി ഓക്സിജന് 3 ഐസോട്ടോപ്പുകളുണ്ട്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ് അല്ലെ, എല്ലാത്തിന്റെ 8 ആണ്. അതിന്റെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. അങ്ങനെ 3 സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഉണ്ട്, O16, O17 ആൻഡ് O18. ഇനി ഓക്സിജൻ പാരാമാഗ്നറ്റിക് മോളിക്യൂൾ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഓക്സിജന്റെ പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ. ഇനി ഓക്സിജന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ഓക്സിജന്റെ സ്റ്റെബിലിറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഓക്സിജൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. 2 ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 493.4 കിലോ ജൂൾ പെർ മോൾ ആണ്. ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻസ് നടക്കണമെങ്കിൽ ഇറ്റ് നീഡ്സ് ഹൈ ടെമ്പറേച്ചർ വേണം. കാരണം ഈ ഒരു ബോണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് വേണം റിയാക്ഷൻസ് നടത്താനായിട്ട്. മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് ഓഫ് ഓക്സിജൻ ആർ എക്സോതെർമിക് ഇൻ നേച്ചർ. ഓക്സിജന്റെ മിക്ക റിയാക്ഷൻസും എന്താണ്? എക്സോതെർമിക് ആണ്. അതായത് ഡെൽറ്റ എച്ച് എന്താണ്? നെഗറ്റീവ് ആണ്. ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. അങ്ങനെ ലിബറേറ്റ് ചെയ്യുമ്പോൾ പിന്നീട് റിയാക്ഷൻ നടക്കുന്നതിന് ആ ഹീറ്റ് എനർജി ധാരാളം മതി. അപ്പൊ ആദ്യം തുടങ്ങുമ്പോൾ ഒരു ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രം മതി. പിന്നീട് ആ റിയാക്ഷൻസ് നടക്കുന്നതിന് ആവശ്യമായ ടെമ്പറേച്ചർ ആ റിയാക്ഷനിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ. അപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗീവ് റീസൺ. റിയാക്ഷൻസ് ഓഫ് ഓക്സിജൻ നീഡഡ് ഹൈ ടെമ്പറേച്ചർ. വൈ? അതെന്തിനു വേണ്ടിയാണ്? ബിക്കോസ് ദ ബോണ്ട് എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് വെരി ഹൈ. So to start this reaction or break this bond, a high temperature is needed. Okay. ഇനി ഓക്സിജൻ മെറ്റൽസുമായിട്ടും നോൺ മെറ്റൽസുമായിട്ടും മറ്റു കോമ്പൗണ്ടുകളുമായിട്ടും ഒക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് 1-2 എക്സാമ്പിൾസ് നോക്കാമോ? മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ കാൽസ്യം മെറ്റൽ ആണ്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്താ പറഞ്ഞു നോക്കിക്കേ? കാൽസ്യം ഓക്സൈഡ്. 2 മോളിക്യൂൾസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്. അടുത്തത് അലൂമിനിയം. അലൂമിനിയം മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? ഇറ്റ് ഈസ് എ മെറ്റൽ. So it reacts with oxygen to form aluminium oxide, Al2O3. ഇനി അടുത്ത ഒരു എലമെന്റ് P4. P4 എന്ന് പറയുന്ന മെറ്റലോ നോൺ മെറ്റലോ? ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. അപ്പൊ P4ുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്നത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആണ്. സോ 5O2 P4O10. ഇനി നമുക്കറിയാവുന്ന ഒരു റിയാക്ഷൻ ആണ്. കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? കാർബൺ ഡയോക്സൈഡ്. ആൻഡ് കാർബൺ ഈസ് എ നോൺ മെറ്റൽ. അപ്പൊ ഇത് രണ്ടും മെറ്റൽ ആണ്, ഇത് നോൺ മെറ്റൽ ആണ്. എന്നാൽ ഗോൾഡ്, പ്ലാറ്റിനം ഇവ നോബിൾ മെറ്റൽസ് ആണ്. ഇവ ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അങ്ങനെ ഗോൾഡ് ഒക്കെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊന്നും എന്ത് ധരിക്കാൻ പറ്റില്ലായിരുന്നു? ഗോൾഡ് ഉപയോഗിക്കാനേ പറ്റില്ലായിരുന്നു അല്ലെ. അപ്പൊ ഗോൾഡ്, പ്ലാറ്റിനം മുതലായ നോബിൾ മെറ്റൽസുമായിട്ട് അത് റിയാക്ട് ചെയ്യില്ല, ഓക്സിജൻ റിയാക്ട് ചെയ്യില്ല. ഇനി മറ്റു കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സിങ്കിന്റെ ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും ഉണ്ടാകുന്നു. ഒരു റിയാക്ഷൻ ആണ്. ഇനി എല്ലാ ഹൈഡ്രോ കാർബൺസും മീഥേൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാകുന്നു? കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് അല്ലെ, അത് ഹൈഡ്രോ കാർബൺസ് ആണ്. അവിടെ ഓക്സിജനിൽ ബേൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. സോ all hydrocarbons burn in oxygen, in presence of oxygen, to form carbon dioxide and water. Okay. ഇനി ചില കോമ്പൗണ്ട്സ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്.
ഇനി പഠിക്കാനുള്ളതുമുണ്ട്. ഫോർ എക്സാമ്പിൾ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ കോണ്ടാക്ട് പ്രോസസ് ആണിത്. ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് സൾഫർ ട്രയോക്സൈഡ് ആണ്. ഇത് കോണ്ടാക്ട് പ്രോസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ HCl ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 700 Kelvin ആൻഡ് കാറ്റലിസ്റ്റ് ഈസ് കുപ്രിക് ക്ലോറൈഡ്. കുപ്രിക് ക്ലോറൈഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ HCl ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ക്ലോറിൻ വാട്ടറുമായിട്ട് മാറുന്നു. ഇവിടെയെല്ലാം കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ആണ്. ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഓക്സിഡേഷൻ നടക്കുന്നു. അനദർ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അമോണിയ. 5 molecules of oxygen in presence of platinum or rhodium gauge catalyst. അല്ലെ, ഇത് ഓർക്കുന്നുണ്ടോ എവിടെയാ നമ്മൾ പഠിച്ചതെന്ന്? നമ്മൾ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്തില്ലേ? ആ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്തതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അമോണിയ ഓക്സിഡേഷന് വിധേയമായിട്ട് എന്തായിട്ട് മാറുന്നു? 4 molecules of nitric oxide and water. ഇതാണ് ആ റിയാക്ഷൻ. ടെമ്പറേച്ചർ 1073 Kelvin. ഓക്കെ, അപ്പൊ ഇതെല്ലാം കാറ്റലിറ്റിക് ഓക്സിഡേഷൻ എക്സാമ്പിൾ ആണ്. ഇത് ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ്. ഇത് ഏത് പ്രോസസ് ആണ്? ഓസ്വാൾഡ്സ് പ്രോസസ്. പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ്, അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ് ഇത്. ഓക്കെ, ഇനി ഓക്സിജന്റെ യൂസസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂസസ് അറിയാം. ഓക്സിജൻ നമ്മളെ ഡെയിലി ലൈഫിൽ റെസ്പിറേഷന്, അതുപോലെ കമ്പഷൻ റിയാക്ഷന് എല്ലാം ഓക്സിജന്റെ പ്രസൻസ് എസെൻഷ്യൽ ആണ്. അത് നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന യൂസ് ആണ്. അത് കൂടാതെ ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നു. റെസ്പിറേഷനും കമ്പഷൻ റിയാക്ഷൻസും ഒക്കെ ജനറൽ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് യൂസ് ആയിട്ട് തന്നെ എഴുതണം. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂസ് തന്നെയാണത്. അത് കൂടാതെ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ്, ദെൻ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ സ്റ്റീലൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഓക്സിജന്റെ പ്രസൻസ് ഒക്കെ അത്യാവശ്യമാണ്. സോ ഇൻ മെറ്റലർജിക്കൽ പ്രോസസ്സസ്. കൂടാതെ ഓക്സിജൻ സിലിണ്ടേഴ്സ്, നമ്മൾ എവിടേക്കാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റൽസിൽ അല്ലെ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ട സമയത്ത് ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പർവ്വതാരോഹകര്, മൗണ്ടനിയറിംഗിനൊക്കെ ഉപയോഗിക്കുന്നവർ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഹൈറ്റ് കൂടുന്തോറും ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകും അല്ലെ, അപ്പൊ അവര് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നു. അതുപോലെ ഡീപ് സീ ഡൈവേഴ്സ്, സമുദ്രത്തിന് അടിയിലേക്ക് പോയി ഗവേഷണം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലിക്വിഡ് ഓക്സിജൻ റോക്കറ്റ് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റ് ഫ്യൂവൽ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രസീൻ in liquid oxygen provides tremendous thrust in rocket fuels. Rocket fuels ൽ ഒരു ത്രസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രസീൻ ഇൻ ലിക്വിഡ് ഓക്സിജൻ. ഇനിയും നിരവധി യൂസസ് ഓക്സിജൻ ഉണ്ട്. നമ്മൾ കുറെ യൂസസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സൈഡ്സിനെ കുറിച്ചാണ്. ഓക്സൈഡ്സ് 2 തരമുണ്ട്. ഒന്ന് സിമ്പിൾ ഓക്സൈഡ്സ്, 2 മിക്സ്ഡ് ഓക്സൈഡ്സ്. എന്താണ് സിമ്പിൾ ഓക്സൈഡ്സ്? സിമ്പിൾ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ മറ്റൊരു എലമെന്റുമായിട്ട് ചേർന്ന് ഉണ്ടാക്കുന്ന ബൈനറി കോമ്പൗണ്ടിനെ. So the binary compound formed by the combination of oxygen with other element is called simple oxides. For example, magnesium oxygenum combine ചെയ്ത് magnesium oxide ഉണ്ടാകുന്നു. ഇതൊരു സിമ്പിൾ ഓക്സൈഡ് ആണ്. അതുപോലെ അലൂമിനിയവും ഓക്സിജനും കമ്പൈൻ ചെയ്ത് അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതൊരു ബൈനറി കോമ്പൗണ്ട് ആണ്. 2 എലമെന്റ്സേ ഉള്ളൂ. ബൈനറി കോമ്പൗണ്ട് ആണ്. മാത്രമല്ല ഇതൊരു സിമ്പിൾ ഓക്സൈഡുമാണ്. This simple oxide is classified into 4. 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ acidic oxide. Second one basic oxide. Third one amphoteric oxide. And fourth one neutral oxide.
ഇങ്ങനെ 4ആയിട്ട് സിമ്പിൾ ഓക്സൈഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ഓരോ ഓക്സൈഡും എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. സിമ്പിൾ ഓക്സൈഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അസിഡിക് ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ്സ് ഉണ്ടാക്കുന്ന ഓക്സൈഡുകളെയാണ് അസിഡിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ബേസ് ഉണ്ടാക്കുന്ന ഓക്സൈഡുകളെ ബേസിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നു. ഇനി ആംഫോടെറിക് ഓക്സൈഡ് എന്താണ്? ഇത് അസിഡിക് ബിഹേവിയറും കാണിക്കും, ബേസിക് ബിഹേവിയറും കാണിക്കും. ഈ ഓക്സൈഡുകൾ ആംഫോടെറിക് ഓക്സൈഡ് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. ഇനി ന്യൂട്രൽ ഓക്സൈഡ് എന്താണ്? ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യില്ല, ബേസുമായിട്ടും റിയാക്ട് ചെയ്യില്ല. അത് ന്യൂട്രൽ ആയിരിക്കും. നമുക്ക് ഓരോന്നിനും എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ അസിഡിക് ഓക്സൈഡ്. ഫോർ എക്സാമ്പിൾ സൾഫർ ഡയോക്സൈഡ് SO2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് H2SO3 ആയിട്ട് മാറുന്നു. ഇതൊരു ആസിഡ് അല്ലേ? അതുപോലെ സൾഫർ ട്രയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് H2SO4 ആയിട്ട് മാറുന്നു. ഇത് ഏത് ആസിഡാണ്? സൾഫ്യൂരിക് ആസിഡ്, ദ കിങ് ഓഫ് കെമിക്കൽസ് അല്ലെ? അതുപോലെ കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം അസിഡിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആണ്. ഇത് കൂടാതെ ചില മെറ്റലിന്റെ ഓക്സൈഡുകൾ, ഫോർ എക്സാമ്പിൾ Mn2O7. ഇവിടെ ഒരു മെറ്റലിന് ഒരു പ്രത്യേകതയുണ്ട്. മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹയർ ആയിരിക്കും. അങ്ങനെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ് ആണ് തരുന്നത്. ഈ ഓക്സൈഡിലെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് +7 ആണ്. ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ് ആണ് തരുന്നത്. ഓക്കെ, അതുപോലെ ക്രോമിയം ട്രയോക്സൈഡ്, ഇവിടെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള മെറ്റലിന്റെ ഓക്സൈഡുകൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡുകൾ ഫോം ചെയ്യുന്നു, ക്രോമിക് ആസിഡ്. ഓക്കെ, സോ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ അസിഡിക് ഓക്സൈഡ്. ഇനി ബേസിക് ഓക്സൈഡ് എന്താണെന്ന് പറഞ്ഞത്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ബേസിനെ തരുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം ഓക്സൈഡ് react with water to form sodium hydroxide. നല്ലൊരു ബേസ് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണെന്ന്. അതുപോലെ കാൽസ്യം ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതുപോലെ ബേരിയം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം ബേരിയം ഹൈഡ്രോക്സൈഡ്. സോ ഈ ഓക്സൈഡുകളെല്ലാം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് തരുന്നു? ബേസ് തരുന്നു. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബേസിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ വിഭാഗം ആംഫോടെറിക് ഓക്സൈഡുകൾ. ഫോർ എക്സാമ്പിൾ അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ആംഫോടെറിക് ഓക്സൈഡ് ആണ്. ഇത് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആദ്യം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. HCl ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടുകൾ 2Al H2O 6 times 3 plus 6Cl minus. ഓക്കെ, ഇനി ഇതേ ഓക്സൈഡ് തന്നെ ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. Al2O3 റിയാക്ട് വിത്ത് 6 molecules of sodium hydroxide plus 3H2O to give 2 molecules of Na3Al OH 6 times. ഈ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അപ്പൊ അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ആംഫോടെറിക് ഓക്സൈഡ് ആണ്. അത് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യുന്നു, ബേസുമായിട്ടും റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ന്യൂട്രൽ ഓക്സൈഡ് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യില്ല, ബേസുമായിട്ടും റിയാക്ട് ചെയ്യില്ല. ദേ ആർ ന്യൂട്രൽ ടു ലിറ്റ്മസ് സൊല്യൂഷൻ. ലിറ്റ്മസ് സൊല്യൂഷനുമായിട്ട് ന്യൂട്രൽ ബിഹേവിയർ ആണ് അവ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്, നൈട്രിക് ഓക്സൈഡ് ന്യൂട്രൽ ആണ്, നൈട്രസ് ഓക്സൈഡ്, ഇതെല്ലാം ന്യൂട്രൽ ഓക്സൈഡുകൾക്ക് എക്സാമ്പിൾ ആണ്. വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടത് സിമ്പിൾ ഓക്സൈഡ് ആണ്. ഇനി എന്താണ് മിക്സ്ഡ് ഓക്സൈഡ് എന്ന് നോക്കാം. മിക്സ്ഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 സിമ്പിൾ ഓക്സൈഡ് കാണും. ആ 2 സിമ്പിൾ ഓക്സൈഡിലും മെറ്റലിന് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ Pb3O4. ഇതിനകത്തുള്ള 2 സിമ്പിൾ ഓക്സൈഡ് എന്ന് പറയുന്നത് PbO ആൻഡ് PbO2 ആണ്. ഇവിടെ Pbയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2 ആണ്. ഇവിടെയോ
പ്ലസ് 4 ആണ്. നോക്കിക്കേ, മെറ്റൽ ഇൻ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ രണ്ട് സിമ്പിൾ ഓക്സൈഡ് ഉണ്ട്. ആ രണ്ട് സിമ്പിൾ ഓക്സൈഡിലും മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇത്തരം ഓക്സൈഡുകളാണ് എന്ത്? മിക്സ്ഡ് ഓക്സൈഡ്സ്. സോ ഓക്സൈഡ്സ് which consist of two simple oxides in which the metal is in different oxidation state. Another example is Fe3O4. Fe3O4 ഉള്ള രണ്ട് സിമ്പിൾ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒന്ന് Fe2O3 ആണ്, അടുത്തത് FeO ആണ്. ഇവിടെ FeOയില് +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, Fe2O3 എത്രയാണ്? +3 ആണ്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? അടുത്തൊരു എക്സാമ്പിള് Mn3O4. ഇതിനകത്തുള്ള രണ്ട് സിമ്പിൾ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒന്ന് MnO ആണ്, അടുത്തത് MnO2 ആണ്. ഇവിടെ +2 ആണ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ അത് +4 ആണ്. സോ ഇത്തരം ഓക്സൈഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിക്സ്ഡ് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. പീരിയോഡിക് ട്രെൻഡ്സ് ഈ ഓക്സൈഡ്സിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള എലമെന്റ് ഉണ്ടാക്കുന്ന ഓക്സൈഡുകളാണ് എഴുതിയിരിക്കുന്നത്. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ഇത്രയും എലമെന്റ് ഉണ്ടാക്കുന്ന ഓക്സൈഡുകളാണ്. അവയുടെ ഓക്സൈഡുകളുടെ നേച്ചർ ആണ് എഴുതിയിരിക്കുന്നത്. സോഡിയത്തിന്റെ ഓക്സൈഡ് സ്ട്രോങ്ലി ബേസിക് ആണ്, എന്നാൽ ക്ലോറിന്റെ ഓക്സൈഡോ വെരി സ്ട്രോങ്ലി അസിഡിക് ആണ്. അതായത് ബേസിക് നേച്ചറിൽ നിന്ന് അസിഡിക് നേച്ചറിലേക്കാണ് പോകുന്നത്. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അസിഡിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് ബേസിക് ആണ്. സിലിക്കൺ ആയി കഴിഞ്ഞപ്പോൾ അത് വീക്ക്ലി അസിഡിക് ആണ്. ഫോസ്ഫറസ് ആയപ്പോൾ അസിഡിക് ആയി. സൾഫർ ആയപ്പോൾ സ്ട്രോങ്ലി അസിഡിക് ആയി. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും ഈ ഓക്സൈഡുകൾ താഴേക്ക് വരുന്തോറും? അസിഡിക് നേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. സോ അസിഡിക് നേച്ചർ decreases on moving down the group. In a period left to right acidic nature increases. Okay, one word ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. Give reason. Reactions of oxygen takes place at high temperature. Second one, which of the following does not react with oxygen? Zinc, titanium, platinum, iron. Now third one, complete the reactions. ഇത് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. C2H4 plus O2. C2H4 എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് അല്ലെ. സോ സെക്കൻഡ് വൺ 4Al plus 3O2 നമ്മൾ പഠിച്ചതാണ്. Now fourth one, write a note on oxides giving examples. ഓക്സൈഡ്സുകളെ കുറിച്ച് ഒരു നോട്ട് എഴുതുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്സൈഡ് രണ്ട് തരമുണ്ട്, സിമ്പിൾ ഓക്സൈഡും മിക്സ്ഡ് ഓക്സൈഡും. സിമ്പിൾ ഓക്സൈഡിനെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആ ക്ലാസിഫിക്കേഷൻ അതിന് ഓരോ എക്സാമ്പിൾസും എഴുതുക, എഴുതി പഠിക്കുക. അപ്പൊ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ പഠിപ്പിച്ച ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.